ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. യം ശൈവാസമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധയിതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരി. സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരി. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാവ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈः സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. നമുക്ക് പതിവ് പോലെ ഒരു 3 തവണ എല്ലാവരും കൂടി ചേർന്ന് ഓംകാരം ജപിക്കണം. പരമപവിത്രമായിരിക്കുന്ന ആ മോനോസിൽ ഒരേ ഒരു സ്വരം. അത് ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വിചാരം എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്. നമ്മുടെ ഈ കൂട്ടം ധ്വനി ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹവർഷങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും ചൊരിയണം എന്ന് ഈ ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. കൈ കോർത്ത് മടിയിൽ വയ്ക്കും, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കും, കണ്ണടയ്ക്കും, എന്നിട്ട് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കും. അസലായിട്ട് ജപിക്കണം. ഇതാ ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. ഞങ്ങൾ അമേരിക്കയ്ക്ക് പോയിരിക്കുകയായിരുന്നല്ലോ. അല്ല, അത് വരട്ടെ, ശ്ലോകം പറയണമല്ലോ.
യദ്വൈഷ്ണവാനാം പ്രിയം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ ജ്ഞാനം പരം ഗീയതേ. തത്ര 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 ജ്ഞാനവിരാഗഭക്തിസഹിതം ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം നൈഷ്കർമ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. ഒരു മാസത്തോളം കാലം ഞങ്ങൾ അമേരിക്കയിൽ പോയിരിക്കുകയായിരുന്നല്ലോ. അവിടെ കാലിഫോർണിയ എന്ന് പറയുന്ന പ്രദേശത്തിലാണ്, ഇർവൈൻ എന്ന പട്ടണത്തിലായിരുന്നു ഞങ്ങളുടെ താമസം, പ്രധാനപ്പെട്ട പ്രോഗ്രാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു അഭിപ്രായം, ഇവിടെ ആശ്രമത്തിലുള്ള 3 പേരും നൂത്തൻ സ്വാമിജിയും മാ ഗുരുപ്രിയും എല്ലാവരും കൂടി ഒരുമിച്ച് വേണമെന്ന് ഒരു റിട്രീറ്റൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിട്രീറ്റ് ഭഗവത്ഗീതയെ പറ്റിയാണ്. ഇങ്ങനെ ഭഗവത്ഗീതയെ പറ്റി പൂർണ്ണമായൊരു റിട്രീറ്റ് എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ നടത്തിയിട്ടില്ല. കഴിഞ്ഞ തവണയും ഭഗവത്ഗീതയെ പറ്റി പറയുണ്ടായി. ഭഗവത്ഗീത ഒട്ടാകെ ഒന്ന് നോക്കി അതിലുള്ള പ്രധാനപ്പെട്ട പ്രസ്താവനകളോ ശ്ലോകങ്ങളോ തത്വമൂല്യ സിദ്ധാന്തങ്ങളോ എല്ലാം വിവരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം, ഒരു തത്വപ്രവചനമായിരുന്നു അത്. ഇത്തവണ അതുപോരാ, അവർക്ക് എല്ലാവർക്കും കൂടി പൂർണ്ണദിനം ഒരു 4 ദിവസം ഈ ഭഗവത്ഗീതയെക്കുറിച്ച് മാത്രം കേൾക്കണം, എല്ലാവരും സംസാരിക്കുന്നത് അത് മാത്രമാകണം എന്നൊരു നിർബന്ധം. അവരുടെ നിർബന്ധം വളരെ നന്നായി. അവിടുത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വേണ്ടത്ര ആൾക്കാരുണ്ടായിരുന്നു. അല്പം നമ്മുടെ വെള്ളക്കാരും ഉണ്ട് അവിടെ, 5-6 പേരുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയണത്. അപ്പോൾ ഞാൻ ഈ ഭഗവത്ഗീതയെ പറ്റി ശരിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എപ്പോഴും എനിക്കൊരു ഇഷ്ടമാണ്. അത് ഇന്ത്യയിൽ ധാരാളം പോയി സംസാരിച്ചിട്ടുണ്ടല്ലോ, വിദേശത്ത് അതുപോലെ പറ്റിയിട്ടില്ല. അപ്പോൾ വിദേശക്കാർക്ക് ഈ ഭഗവത്ഗീത എന്താണെന്നുള്ളത് ശരിക്കൊന്ന് മനസ്സിലാക്കണം എന്നൊരഭിപ്രായം എനിക്ക് വളരെ കാലമായിട്ട് മനസ്സിലുള്ളതാണ്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ നല്ല ബുദ്ധിമാന്മാരാണല്ലോ, അതുകൊണ്ടാണല്ലോ അവിടെ ചെന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്, സാമർഥ്യമുണ്ട്, നിങ്ങളുടെ ബുദ്ധിക്ക് നല്ല മതിപ്പും വിലയും അതിനുള്ള സമ്മാനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നത് കൊണ്ടാണല്ലോ നിങ്ങളിവിടെ കഴിയണത്. അപ്പം ബുദ്ധി മാത്രമാണ് മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന അറിവ് എന്ന് പറയുന്ന ആ ഘടകം. നിങ്ങളാരും ചിന്തിക്കുന്നുണ്ടാവില്ല. ബുദ്ധിക്കല്ലാതെ നമ്മുടെ വ്യക്തിത്വത്തിലുള്ള ഒരംഗത്തിനും അറിവ് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും പെട്ടെന്ന്, കണ്ണില്ലേന്ന്? കണ്ണുണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉണർവുമില്ല, അത് ഒക്കെ അചേതനമാണ്. നാം കഴിക്കുന്ന ഭക്ഷണം കൊണ്ടുണ്ടായിട്ടുള്ളതാണ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ, കേൾക്കുമോ, ഗ്രഹിക്കുമോ, സമ്മതിക്കുമോ, ഓർമ്മ വയ്ക്കുമോ? നാം കഴിക്കുന്ന ഭക്ഷണം രൂപാന്തരപ്പെട്ടുണ്ടായതാണ് നമ്മുടെ ശരീരം.
കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ദ്രവ്യമല്ലേ? ദ്രവ്യം ജഡമാണല്ലോ. പഞ്ചഭൂതങ്ങളും ജഡമാണ്. നമ്മൾ ദ്രവ്യമാണ് കഴിക്കുന്നത്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ പരിണാമമായി എന്തുണ്ടാവും? അവിടെ ദ്രവ്യം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ഒരു ദ്രവ്യസംഘാതമാണ്. അത് ഉണർവില്ല, അചേതനമായതുകൊണ്ട് അതിനെന്തെങ്കിലും അനുഭവം രചിക്കാനോ അറിവുണ്ടാക്കാനോ സാധിക്കില്ല. ഇത് നിങ്ങളൊന്നും മനസ്സിലാക്കി ഉൾക്കൊള്ളൂ. അവരോട് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. അതിൽ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ പറയുക, ഞാനൊരു ഡോക്ടറായതുകൊണ്ട് സ്വാമിജി ഇങ്ങനെ പറയുമ്പോൾ മനസ്സിനിത്തിരി, പക്ഷെ പറയണത് സത്യമാണ്, സമ്മതിക്കാതെ പറ്റില്ല. നമ്മുടെ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുകയാണ്. ശരീരം ജഡമാ, ഇന്ദ്രിയങ്ങളും അവയെ ഉജ്ജീവിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കി നിർത്തുന്നതാരാ? ശരീരമല്ലാത്ത ഒന്നാണ് മനസ്സ്. ആ മനസ്സ് ശരീരത്തിൻ്റെ ഭാഗമേ അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്, കുടലുണ്ട്, തലച്ചോറുണ്ട്, ബുദ്ധിയുണ്ട്. ഇതൊക്കെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ മനസ്സല്ല. അല്ല, മനസ്സ് പിന്നെ എന്താ? ദ്രവ്യത്തിനും ഊർജത്തിനും അതീതമായിട്ടുള്ള ഒരു സാധനമാണ്. അതാണ് ചേതനാമയം. ഇതങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. എല്ലാവരും തലകുലുക്കി സംസാരിച്ചു. ഈ ഭഗവത്ഗീത എടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഒരു 5 ദിവസം മറ്റും ഞാൻ സംസാരിക്കണ്ടായി. അപ്പോൾ അതിലെടുത്ത വിഷയം എന്താണെന്നറിയോ? അഷ്ടാവക്ര സംഹിത. എല്ലാവരും അത്ഭുത സ്തബ്ധരായി കേട്ടിട്ട്. എന്താ അവിടെ? വലിയൊരു പരമജ്ഞാനിയാണ് ജനക മഹാരാജാവ്. മിഥുനം മുഴുവനും അഗ്നിക്കിരയായാൽ ഞാനൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ. ആ ആളെ ഉപദേശിച്ച ആരാ? അഷ്ടാവക്ര മഹർഷി. 8 വളവുള്ള ഒരു ശരീരമാണ്. അത് കണ്ടിട്ട് ജനക സദസ്സിലുള്ളവരെല്ലാവരും കുലുങ്ങി ചിരിച്ചു പരിഹാസഭാവത്തോടെ. അപ്പോൾ അഷ്ടാവക്ര മഹർഷി കുലുങ്ങി ചിരിച്ചു. ജനക മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് എണീറ്റ് വന്ന് നമസ്കരിച്ച് ചോദിച്ചു, മഹർഷിയെ, എൻ്റെ മനസ്സിലൊരു സംശയം. എന്താ അത്? അങ്ങയുടെ 8 വളവോടുകൂടി നടക്കണ കണ്ടപ്പോൾ എൻ്റെ സദസ്സാകെ പരിഹാസത്തിൽ ചിരിച്ചു. തെറ്റാണ്, പക്ഷേ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അങ്ങ് എന്തിനാ ചിരിച്ചേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചിരിച്ചതോ? ഇങ്ങനെ ഒരു സദസ്സിൻ്റെ ഉപദേശം കേട്ടിട്ടാ ഈ പ്രസിദ്ധനായിരിക്കുന്ന ജനക മഹർഷി രാജകാര്യങ്ങൾ നടത്തുന്നത്. ഇവരൊക്കെ മണ്ടന്മാരാണല്ലോ. അവർക്ക് കിട്ടിയ പോലെ ഒരു ശരീരം എനിക്കും ജനിച്ചു കിട്ടി അമ്മയുടെ ഗർഭത്തിൽ നിന്ന്. അവരുടെ ശരീരം രൂപപ്പെടുത്തിയത് ആരോ ആ ആൾ തന്നെയാണ് എൻ്റെ ശരീരവും രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഭ്രൂണം വളരുന്നതിനൊന്നും അമ്മയ്ക്കോ അച്ഛനോ ഒരു പങ്കുമില്ല. അപ്പോൾ പ്രകൃതി രൂപപ്പെടുത്തി തന്നിട്ടുള്ള ശരീരമാണ് എല്ലാവർക്കും. അതിൽ എൻ്റെ ശരീരത്തിൽ 8 വളവുണ്ടെങ്കിൽ അതിന് ഞാനെന്ത് വേണപ്പാ? അപ്പോൾ അവർ നോക്കി ചിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയെ നോക്കി ചിരിക്കുക വേണ്ടത്. നീ ഇങ്ങനെ ഒരു കെടുകാര്യം ചെയ്തുല്ലോ എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് യോഗ്യതയുള്ളതെന്ന് പ്രകൃതിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണം. അതല്ലല്ലോ ഉണ്ടായത്. എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു ശരീരം, അതിൽ നമുക്ക് ഒരഭിമാനവും ഇല്ല, നമ്മുടെ കൈവേലയല്ല. ഉള്ള ശരീരം കൊണ്ട് പ്രവർത്തിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ശരീരം മാറ്റി ഉണ്ടാക്കാൻ സാധ്യമല്ല. ഈ അടിസ്ഥാന സത്യം മനസ്സിലാക്കാത്ത മണ്ടന്മാരാണോ ഈ വിദ്വത് സദസ്സിൽ വന്നിരുന്ന അങ്ങയെപ്പോലെ ഒരു മഹാരാജാവിനെ ഉപദേശിക്കുന്നത് എന്ന് നോക്കി ആലോചിച്ച് ഞാൻ ചിരിച്ചതാണ്. ഉടനെ ജനക മഹർഷി തന്നെ മഹർഷിയെ കാക്കൽ വീണ് നമസ്കരിച്ച് ജനക മഹാരാജാവ് എനിക്ക് ഉപദേശം തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചു. കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ് ബ്രൂഹി മമ പ്രഭോ എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ജ്ഞാനമുണ്ടാവുക? എങ്ങനെയാണ് മുക്തി സംഭവിക്കുക?
വൈരാഗ്യം നേടിയെടുക്കാൻ എന്തു വേണമെന്ന് 3 ചോദ്യം. ഉടനെ മഹർഷി സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരത്തിൽ പറഞ്ഞത് എന്താ? മഹാരാജാവേ, അങ്ങ് നല്ല പോലെ കേൾക്കൂ. അങ്ങ് ഈ നോക്കിക്കാണുന്ന പ്രപഞ്ചം പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാ. പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. അതിൽ ഖരമാണ് ഭൂമി, ദ്രവമാണ് വെള്ളം, വാതമാണ് കാറ്റ്, ഊർജമാണ് അഗ്നി. ആകാശത്തെ പറ്റി ഒന്നും പറയാനും പറ്റില്ല. ഇതൊക്കെ ജഡങ്ങളാണ്. ഈ പഞ്ചഭൂതങ്ങളെ നോക്കിക്കാണുന്ന അങ്ങ് വാസ്തവത്തിൽ ഈ പഞ്ചഭൂതങ്ങളാണോ? അല്ല. അവയെ നോക്കിക്കണ്ട് സാക്ഷി രൂപത്തിലിരിക്കുന്നവനാണ്. സാക്ഷി രൂപത്തിൽ സാക്ഷിയാണ് അങ്ങ്. പഞ്ചഭൂതങ്ങളൊക്കെ സാക്ഷ്യമാണ്. സാക്ഷി സാക്ഷ്യമാകുമോ? ആകില്ല. സാക്ഷ്യം സാക്ഷിയാകുമോ? ഇല്ല. ഇവ രണ്ടുപേരും തമ്മിൽ ഉറച്ച വ്യത്യാസമുണ്ടല്ലോ. ഒന്ന് മറ്റൊന്നാവുമോ? ഇല്ല. അപ്പം അങ്ങ് ഭൂമിയുമല്ല, വെള്ളവുമല്ല, കാറ്റുമല്ല, അഗ്നിയുമല്ല, ആകാശവുമല്ല. ഇവയെല്ലാം നോക്കിക്കാണുന്ന സാക്ഷിയാണ്. സാക്ഷി എന്ന് തന്നെയാണ് നമ്മൾ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തു വേണം? എന്നെ തന്നെ. ഈ കാണുന്ന പ്രപഞ്ചവസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം വിലക്ഷണനായി, വ്യത്യസ്തനായി, സാക്ഷിയായി മനസ്സിലാക്കുമെങ്കിൽ അങ്ങയുടെ സർവ്വ ദുഃഖ ദുരിതങ്ങളും തീരും. ചോദ്യങ്ങൾക്ക് ഉത്തരമായി ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയായി. യതി ദേഹം പൃഥകൃത്യ ചിരി വിശ്രാമ്യ തിഷ്ഠസി. ദേഹത്തെ അങ്ങോട്ട് മാറ്റി നിർത്തി ആ ദേഹത്തെ ഉജ്ജീവിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കി അനുഭവക്ഷമമാക്കി നിർത്തുന്ന ആ വസ്തുവിശേഷമുണ്ടല്ലോ, ആ സാന്നിധ്യം, അതിലങ്ങോട്ട് വിശ്രമിക്കുമെങ്കിൽ അധുനൈവ സുഖീശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. ഇപ്പം തന്നെ വളരെ സുഖിയായി, ശാന്തനായി, ബന്ധനമെല്ലാം പോയി മുക്തനായി തീരാം എന്നൊരൊറ്റ വാക്കാണ് ആദ്യമേ പറഞ്ഞത്. ഒരു ഭാഗത്ത് ജനക മഹർഷി, ജനക മഹാരാജാവ് അത്ഭുതസ്തബ്ധനായി, മറുഭാഗത്തോ അങ്ങേയറ്റം പ്രബുദ്ധനുമായി. ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു പുറപ്പാട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരൊക്കെ വളരെ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയുമുണ്ടോ ഒരു ശാസ്ത്രം? ഇങ്ങനെയുമുണ്ടോ ഒരു ചർച്ച? എവിടെ നോക്കിയാലും ഭഗവാൻ ഈശ്വരൻ, ഭഗവാൻ ഈശ്വരൻ, ഭക്തി ഭക്തി, കൊടുക്കുക, പിന്നെയും കൊടുക്കുക, പൂജ വലുതാക്കുക എന്ന് പറയുന്ന ആൾക്കാരേ ഉള്ളൂ. ഇങ്ങനെ അറിവിലൂടെ ശ്രോതാക്കളെ ഒരു തീർത്ഥയാത്രയിൽ എന്ന പോലെ കൊണ്ടു നടക്കുന്ന തത്വപ്രവചനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ വളരെ അത്ഭുതസ്തബ്ധനായി. അത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഗീത റിട്രീറ്റ്. അവിടെയൊക്കെ ഹാളിൽ എത്ര ചെയർ ഇട്ടിട്ടുണ്ടോ അത് വിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പാടില്ല. വലിയ നിയമവ്യവസ്ഥയാണ്. എന്തെങ്കിലും വന്നാൽ രക്ഷപ്പെടണ്ടേ, അതൊക്കെ കണക്കാക്കിയിട്ടാണ് പറയുക. അപ്പം നമ്മുടെ ഹാളിൽ ചെയറിലിരുന്നിട്ട് പോരാത്ത സ്ഥലത്ത് നിലത്തും എന്തെങ്കിലുമൊക്കെ വിരിച്ച് അവിടെ ജനങ്ങളെ ഇരിക്കുകയുണ്ടായി. വളരെ നന്നായി. അവിടെ ഞങ്ങളൊരു ഗ്രൂപ്പ് മെഡിറ്റേഷൻ, നമ്മൾ ദീക്ഷയൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് മെഡിറ്റേഷൻ നടത്തുന്നുണ്ടായി. 10-45 പേരുണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ വിശേഷമായി തോന്നി. അപ്പോൾ ഇത്തവണത്തെ സന്ദർശനം സാധാരണ മുൻപിലുണ്ടായിരുന്നത് പോലെയല്ല, വളരെ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഉത്സാഹം കൂടി, ഊക്ക് കൂടി, ഉണർവ് കൂടി. അവരുടെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നടപ്പിലാക്കാനുള്ള ഒരു പുതിയ തീരുമാനത്തോട് കൂടിയിട്ടാണ് എല്ലാവരും പിരിഞ്ഞതും ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഭാഗവത പരിവചനം തുടർച്ചയായിട്ട് എടുക്കുന്നത്. ഇത് 220-ാമത്തെ സ്കന്ധമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിലിപ്പോൾ നമ്മൾ 7-ാമത്തെ സ്കന്ധത്തിലാണല്ലോ. ശ്രീമദ് ഭാഗവതത്തിലെല്ലാം കൂടി 12 ആണ്. 12-ന് നടുക്ക് എത്രയാ? 6.
അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ഈ പകുതിയായുള്ളൂ. 12 ആവണമെങ്കിൽ മറ്റേ പകുതിയുണ്ട്. അപ്പോൾ ആ പകുതി കഴിഞ്ഞ് 7ാമത്തതിലേക്ക് കിടക്കണം. അതിനെ വേണം നടു എന്ന് പറയാൻ. ഏറ്റവും വിശേഷപ്പെട്ട സ്കന്ധമാണ്. അതിലാണ് 7 വയസ്സായ പ്രഹ്ലാദനെ അവതരിപ്പിക്കുന്നത് വ്യാസമഹർഷി. ആ കുട്ടിയുടെ മുഖത്തിൽ നിന്ന് നിർഗളിച്ച തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും ഭക്തിയോ ഭഗവാനോ വൈരാഗ്യമോ ഈശ്വരനോ എല്ലാറ്റിനെയും കുറിച്ച് അസലായി പറയുന്നുണ്ട്. എന്നാലോ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ വേണ്ടത്ര ഉണ്ട് താനും. അങ്ങനെ ആ പ്രഹ്ലാദനെ അവതരിപ്പിച്ചുകൊണ്ടുള്ളതിൽ ആ ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചോദ്യോത്തരമുണ്ട് അവിടെ. ആര് തമ്മിലാ? നാരദനും യുധിഷ്ഠിരനും തമ്മിൽ. എന്താണ് വിഷയം? ധർമ്മം. ധർമ്മം നാം കൊണ്ടു നടക്കേണ്ടതും പിന്തുടരേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ എന്താണ് പ്രായോഗിക രൂപത്തിൽ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ധർമ്മശബ്ദത്തിന് എന്താ അർത്ഥം? ധാരണാധർമ്മ ഇത്യാഹു ധർമ്മോ ധാരയതി പ്രജാ എന്നാണ്. ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സന്ധാരണം ചെയ്യുന്നത്. എന്താണ് ഈ സന്ധാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ? നമ്മൾക്കൊരു ശരീരമുണ്ട്. അത് ഭക്ഷണം കഴിച്ച് വ്യായാമങ്ങൾ എടുത്താൽ വേണ്ടതുപോലെ നിൽക്കും. സാധാരണ ഒരു 80 വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ വിഷമില്ല. അത് കഴിഞ്ഞാലാണ് അവയവങ്ങൾക്കൊക്കെ ദൗർബല്യം വരിക, വയസ്സായി ക്ഷീണാവും. പക്ഷേ നമ്മൾ ശരീരമല്ലല്ലോ, ശരീരം ജഡമല്ലേ. ഒരു അനുഭവം സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ, അതിന് അറിവും പറ്റില്ല. അപ്പം ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അറിവിനും അനുഭവത്തിനുമെല്ലാം കേന്ദ്രമായി ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ചു വാഴുന്ന ഒരു ഉൾവ്യക്തിത്വമുണ്ട്. അതിൻ്റെ ഭാഗങ്ങളാണ് വികാരഭൂയിഷ്ഠമായിരിക്കുന്ന മനസ്സും ആലോചനാനിർഭരമായിരിക്കുന്ന ബുദ്ധി. പിന്നെ ഇവ എല്ലാറ്റിനെയും കോർഡിനേറ്റ് ചെയ്ത് സമീകരിച്ച് നിർത്താനായി ഒരഹങ്കാരമുണ്ട്. അപ്പം മനസ്സും ബുദ്ധിയും അഹങ്കാരവും കൂടിച്ചേർന്നതാണ് നമ്മുടെ ഉൾവ്യക്തിത്വം. അവിടെയാണ് സർവ്വ അനുഭവങ്ങളും. അപ്പോൾ എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ വയ്യ എന്ന് തോന്നണതും പറയണതും ആരാ? നാവാണെങ്കിലും നാവ് ജഡമാണ്. അതിനെ ഉണർത്തി പറയിപ്പിക്കുന്നത് മനസ്സാണ്. ഒരു വിരൽ പോലും ഒന്ന് അനങ്ങണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ നിർദ്ദേശം വരണം. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ ഏതാണ് പ്രധാനം? ശരീരമോ അതോ ഉൾവ്യക്തിത്വം? മനസ്സും ബുദ്ധിയുമോ? ഉൾവ്യക്തിത്വമാണ്. അതിനെ കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ധാരണാത് നമ്മെ സന്ധാരണം ചെയ്യുന്നു. എന്തിൽ? ആപത്തിലും സമ്പത്തിലും ഇല്ലായ്മയിലും വല്ലായ്മയിലും. ഈ ലോകം എന്ന് പറയുന്നത് ദ്വന്ദ്വങ്ങളുടെ ഒരു സമാഹാരമാണ്. ഒരു വലിയ കൂട്ടാണത്. ദ്വന്ദ്വങ്ങളെന്ന് വെച്ചാൽ പരസ്പരം വിപരീതമായിരിക്കും എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ദ്വന്ദ്വങ്ങളാണ്. അതിൽപ്പെട്ടതാണ് പുരുഷൻ സ്ത്രീ, രാവ് പകൽ, ഉള്ള പുറം, ജനനം മരണം, ദേഹം ആത്മ, രാത്രി പകല്, പുണ്യം പാപം. ഇങ്ങനെ എല്ലാം ദ്വന്ദ്വങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സുഖം മാത്രമായോ ആനുകൂല്യങ്ങൾ മാത്രമായോ വാഴാൻ പറ്റുമോ? പറ്റില്ല. പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ജയമുണ്ടോ പരാജയമുണ്ട്. സ്പോർട്സിൽ 2 പാർട്ടികൾ വന്ന് കളിക്കുകയാണ് ഗുരുവിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ ഇവരെന്തിനാണ് കളിക്കണത്? തൻ്റെ കഴിവ് മുഴുവൻ പ്രദർശിപ്പിക്കാൻ. അപ്പോൾ അത് ഒരു കൂട്ടരല്ല, രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. ഇവർ 2 പേരും കൂടി എതിരിട്ട് പ്രവർത്തിച്ചാലേ കളിയാവുള്ളൂ. അപ്പോൾ ആ കളി സഫലമാകുന്നതും പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? ആരെങ്കിലും ഒരാൾ ജയിച്ച് ഒരാൾ തോൽക്കണം. ഇനി തോറ്റില്ല എന്ന് വയ്ക്കുക, ഫുട്ബോളിൽ കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കും. അതിലും തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലോ നിങ്ങൾ പെനൽറ്റി കിക്ക് അടിക്കൂ എന്ന് പറയും. അത് ആദ്യത്തെ റൗണ്ടിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 2ാമത്തെ റൗണ്ട് കളിക്കും. 2ലും പറ്റിയില്ലെങ്കിലോ എന്നാൽ 3ാമതാവട്ടെ എന്ന് പറയും. അപ്പോൾ അടിച്ചടിച്ച് ഒരാൾ കൂടുതലും ഒരാൾ കുറവും അവിടെ അടിക്കണം.
ഇങ്ങനെ ഒരാൾ തോൽക്കുമ്പോഴാണല്ലോ പിന്നെ ഒരാൾ ജയിക്കുന്നത്. അപ്പം ജയം പരാജയം എന്ന് പറയുന്നത് ദ്വന്ദ്വങ്ങളല്ലേ? ഇത് രണ്ടും കൂടിയല്ലാതെ ഒന്ന് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വിഷയം നല്ല പോലെ പഠിച്ചും വിചിന്തനം ചെയ്തും മൂല്യനിർവചനം നടത്തിയുമൊക്കെ ചില തീരുമാനങ്ങളിലെത്തേണ്ടതാണ്. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉൾ വ്യക്തിത്വത്തെ നന്മയിലും തിന്മയിലും, ലാഭത്തിലും നഷ്ടത്തിലും, പാപത്തിലും പുണ്യത്തിലും, വരവിലും പോക്കിലും, ഉയർച്ചയിലും താഴ്ചയിലും, അപമാനത്തിലും ബഹുമാനത്തിലും എല്ലാം തന്നെ ഒരുപോലെ നമ്മളെ സംരക്ഷിക്കണം. ദുഃഖം വന്നാൽ മനസ്സ് തളരരുത്. സുഖം വന്നാൽ മതിവിട്ട് തുള്ളിച്ചാടാനും പാടില്ല. എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതിനെ മുഴുവൻ സ്വീകരിക്കുക. ഭൂമി എന്താ ചെയ്യണത്? അതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് നടക്കണത്? അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഭൂമി ക്ഷോഭിക്കുന്നുണ്ടോ? എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഇല്ല. ആ ഭൂമിക്ക് പിറന്ന കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ആ ഭൂമിയുടെ ക്ഷമയും സഹനശക്തിയും വിവേകവും വൈരാഗ്യവും ഒക്കെ നമുക്ക് വേണം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഈ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ആരും പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നാരദൻ യുധിഷ്ഠിരനോട് പറയുകയാണ്, യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട്, ധർമ്മം എന്താണെന്ന്. നമ്മുടെ ധർമ്മത്തിൽ കാര്യമായ 12 വാക്കുകളുണ്ട്. എന്താ 12 വാക്കുകളെന്നറിയോ നിങ്ങൾക്ക്? ഒന്ന്, മനുഷ്യരുടെ സ്വഭാവവിശേഷത്തിൽ വെച്ച് തരംതിരിക്കുന്ന ഒരു നിർവചനമാണത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയും. അതങ്ങനെ പറയുന്നതിന് പകരം എനിക്ക് ബ്രഹ്മസ്വഭാവമുള്ളവർ എന്ന് പറയാനാണ് ഇഷ്ടം. ക്ഷാത്രസ്വഭാവമുള്ളവർ, വൈശ്യസ്വഭാവമുള്ളവർ, ശൂദ്രസ്വഭാവമുള്ളവർ. ബ്രഹ്മസ്വഭാവമുള്ളവരൊക്കെ നല്ല ബുദ്ധിമാന്മാരും വിചിന്തന കുശലന്മാരുമാവും. ക്ഷത്രിയന്മാരോ നല്ല കയ്യൂക്കും മിടുക്കുമൊക്കെയാണ് അവരുടെ. സത്യവും ധർമ്മവുമൊക്കെ നോക്കി അതിനെ പരിരക്ഷിക്കാൻ അവർ തൻ്റെ ശരീരത്തിന് പൂർണ്ണമായി ത്യജിക്കാൻ വരെ തയ്യാറാണ്. അവർ പല വിധത്തിലുള്ള കായിക പരിശീലനങ്ങളും അസ്ത്രശസ്ത്ര വിദ്യയുമെല്ലാം കരസ്ഥമാക്കി തൻ്റെ ജീവിതത്തെ എവിടെയൊക്കെ അധർമ്മമുണ്ടോ അനീതിയുണ്ടോ അതിനെ നിർത്താൻ വേണ്ടി ചെന്ന് നേരിട്ടൊരൊറ്റ ചാട്ടാചാടും. അതാണ് അവരുടെ സ്വഭാവം. ഈ സ്വഭാവം അവരുണ്ടാക്കിയതല്ല, അവർ ജനിക്കുമ്പോൾ അവർക്ക് കിട്ടിയതാണ്. അപ്പോൾ പ്രകൃതി രൂപപ്പെടുത്തിയതാണ് ഈ 4 കൂട്ടർ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. വൈശ്യൻ എന്ന് പറയുന്നത് ആരാ? കച്ചവടവും കൃഷിയും നടത്തണം. കൃഷി നമുക്ക് ആവശ്യമാണ്, കച്ചവടവും ആവശ്യമാണ്. ഇത് രണ്ടും നടത്താൻ കുറേ പാടുപെടണം. അകാലത്തിലൊക്കെ പോയി പ്രവർത്തിക്കേണ്ടി വരും. ഇപ്പോൾ ആഫീസ് പോകുന്നവർ പകൽ പോയി ഒരു 6-7 മണിക്കൂർ ജോലി ചെയ്ത് മടങ്ങി. അതൊന്നും പറ്റില്ല. അർദ്ധരാത്രിക്ക് പോലും ജോലി ചെയ്യേണ്ടി വരും. എല്ലാവർക്കും ഇത് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ അവർ വളരെ വാത്സല്യത്തോടുകൂടി അത് ചെയ്യും. ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്നത് ആരാ? വൈശ്യന്മാർക്ക് വളരെയധികം പണമൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും, നഷ്ടവും ലാഭവും വരാവുന്നതാണ്. അപ്പോൾ അതിനെല്ലാവരുടെ മനസ്സും തയ്യാറാവില്ലല്ലോ. അപ്പോൾ അവിടെ എന്താ ആവശ്യം എന്ന് വെച്ചാൽ, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിനെ പൂർണ്ണമായിട്ടും അവർ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജനത്തിനുള്ള ക്ഷേമം, മുതൽ മുടക്കും, നഷ്ടം വന്നാൽ നഷ്ടം സഹിക്കും. കപ്പലിലൊക്കെ കയറിപ്പോവും, രാവും പകലും ഒന്നും നോക്കാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ ഒരു കൂട്ടരാണ്. എല്ലാവർക്കും അത് സാധിക്കുമോ? സാധിക്കില്ല. എല്ലാവരും ഉദ്യോഗം ആവശ്യപ്പെട്ട മാസശമ്പളം പ്രതീക്ഷിക്കുന്നവരാ. ഒരു റിസ്ക് ഒന്നും എടുക്കാൻ അവർ തയ്യാറില്ല. എന്നാൽ കച്ചവടക്കാർക്ക് റിസ്ക്കേ ഉള്ളൂ. ഇപ്പോൾ കൃഷിയാണെങ്കിലും ശരി, കൃഷിയും കാലാവസ്ഥയോട് പന്തയം കളിക്കുന്നതാണല്ലോ ഈ കൃഷി എന്ന് പറയുന്നത്. പെട്ടെന്ന് നഷ്ടം വരും, വെള്ളപ്പൊക്കം വരും,
മഴയില്ലായ്മ കൊണ്ട് വരൾച്ച വരും, കീടബാധകളൊക്കെ ഉണ്ടായി എന്ന് വരും, പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടാവും. എന്നാലും കൃഷി നിർത്താൻ പറ്റില്ല, അവിടെ കിടന്ന് കരയാനും പറ്റില്ല, കൊണ്ടു നടക്കണം. പിന്നെ തൻ്റെ ശരീരത്തിൻ്റെ മെയ്യും മെടുക്കുമൊക്കെ ഉണ്ടല്ലോ, ആ മെയ് ബലം കൊടുത്ത് മറ്റുള്ളവരെ സേവനം ചെയ്യുന്ന കൂട്ടർ, അവരാണ് ഈ ശൂദ്രന്മാർ എന്ന് പറയുന്നത്. ഇതിലാർക്കും ഉയർച്ചയും താഴ്ചയുമില്ല, സ്വഭാവവിശേഷവും കഴിവിൻ്റെ വ്യത്യാസവുമാണ്. അപ്പോൾ 4 കൂട്ടം വർണ്ണം, ഇനിയോ 4 ആശ്രമം. ആദ്യം കല്യാണം കഴിക്കുന്നത് വരെ ബ്രഹ്മചര്യം, കഴിച്ചാൽ ദാമ്പത്യ ജീവിതം, ഗൃഹസ്ഥാശ്രമം. അതിലും കുട്ടികൾക്കൊക്കെ പ്രായമായി പ്രായമൂപ്പ് വന്നാൽ പിന്നെ കുടുംബഭരണം അവരെ ഏൽപ്പിച്ച് ഇവരെ അങ്ങോട്ട് പിന്തിരിയുക. തനിക്ക് വേണ്ടി മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രയത്നിക്കുന്നതാണ് മോക്ഷത്തിന് വേണ്ടി. അതാണ് ഈ മറ്റേത് വാനപ്രസ്ഥം. അതിൽ നല്ല പോലെ ജീവിക്കാൻ സാധിച്ചാൽ അവർ സന്യസിക്കും. അതാണ് സന്യാസം. ഞങ്ങളൊക്കെ സന്യാസിമാരാ. ഇത് സന്യാസം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ ബ്രഹ്മചാരികളായിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബ്രഹ്മചര്യത്തിൽ നിന്ന് അപൂർവം ചിലരെ സന്യാസത്തിലേക്ക് പോവുള്ളൂ. അല്ലാത്തവരൊക്കെ ബ്രഹ്മചാരിയായിരുന്ന് പഠിച്ച് കല്യാണം കഴിഞ്ഞ് 1-2 കുട്ടികൾ തങ്ങളുടെ സ്ഥാനം നികത്താൻ വേണ്ടി ജനിച്ചതിന് ശേഷം കുട്ടികൾക്ക് പ്രായപൂർത്തി വന്നു എന്നുണ്ടെങ്കിൽ അവർ വീടങ്ങോട്ട് വിട്ടു പോവായി. അത് ഭാര്യയും ഭർത്താവും കൂടിയിട്ടാണ് പോവുക, അതിന് വിരോധമില്ല. ആ ജീവിതം ഭംഗിയായി നടത്താൻ സാധിച്ചു, അവർക്ക് കോട്ടവും കുറവൊന്നും ഉണ്ടായില്ല എന്ന് വെച്ചാൽ അപ്പം പിന്നെ അവർ സന്യാസി. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇഹലോക പരലോക ബന്ധങ്ങൾ രണ്ടിനെയും വിട്ടങ്ങോട്ട് കളയുക. നാം സ്വർഗത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, നരകത്തിന് ഭയപ്പെടുന്നുമില്ല. നന്മതിന്മകളുടെ പേരും പറഞ്ഞ് എല്ലാവരെയും വിഷമിപ്പിക്കരുത്. അഗ്നി ആരെടുത്ത് അഗ്നിയെ പുഷ്ടിപ്പെടുത്തിയാൽ അഗ്നി ആളി കത്തും. അപ്പോൾ എല്ലാവരോടും ഒരു സമമനോഭാവം നമുക്ക് വേണം, പേടിക്കാണ്ടിരിക്കണം. ആ സന്യാസിയായിട്ട് അങ്ങനെ അവസാനിക്കുക. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ 4 കൂട്ടം ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാവരും പിന്തുടരുന്ന ധർമ്മമൂല്യങ്ങൾ എന്താണെന്നൊരു ചോദ്യം. അതാണ് 3-ാമത്തെ 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം എത്തിക്സോടുകൂടി ചെയ്യുക, സദാചാരനിഷ്ഠയോടുകൂടി ചെയ്യുക. സത്യം പറയണം, പൊളി പറയരുത്, ആരോടും വഴക്കിന് പോകരുത്, ഒരൊറ്റ ആളെ മനസ്സാ വാച കർമ്മണ നമ്മൾ ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത്. ആകാവുന്നിടത്തോളം ഉപയോഗം ചെയ്യുക. അവനവൻ്റെ ശരീരം പരാർത്ഥനിഷ്ഠയ്ക്ക് വേണ്ടിയാണ്, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കി സന്യാസിയായിട്ട് ജീവിക്കുക. അപ്പോൾ എന്തായി? ബ്രാഹ്മണാദി വർണ്ണങ്ങൾ 4, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ 4, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന 4. അപ്പം 3-4 12. ഈ 12 അംഗങ്ങളാണ് ധർമ്മത്തിനുള്ളത്. അപ്പോൾ അതെന്താണ് ഈ ധർമ്മം? ആർക്കും അറിയില്ല, എല്ലാവരും ചോദിക്കാറുമില്ല. അപൂർവം ചിലർക്ക് അതൊക്കെ ചിന്തിക്കേണ്ടു. ബാക്കി പല വിഷയങ്ങളും പഠിപ്പിക്കും. ഇപ്പം നിലമുണ്ട്, കൃഷിപ്പണി ചെയ്യുന്നത് 2 പൂലാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? വല്ല വിധം ഒരു ഡ്രോട്ടുണ്ടായി, എൻ്റെ കൃഷിഭൂമി മേടിക്കാൻ ആരെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് കൃഷിയൊക്കെ നിർത്തും. അപ്പോൾ ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ ആ മൂല്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരണം എന്നാവശ്യപ്പെട്ടു യുധിഷ്ഠിരൻ. നാരദ മഹർഷി പറയുകയാണ്, ശ്രീമദ് ഭാഗവതത്തിൽ 2 സ്ഥലത്താണ് ഈ ധർമ്മ പ്രതിപാദനമുള്ളത്. ഒന്നെവിടെയാ? ഇപ്പം ഈ പറഞ്ഞത് നാരദൻ യുധിഷ്ഠിരന് ഉപദേശിക്കുന്നത്. ഇനി ഒന്നോ, ശ്രീകൃഷ്ണൻ ഉദ്ധവന് ഉപദേശം കൊടുക്കുന്ന സമയത്ത് വർണ്ണാശ്രമധർമ്മം അവിടെ പ്രതിപാദിക്കുന്നുണ്ട്.
ഇങ്ങനെ 2 സ്ഥലത്താണ്. മിക്കവാറും ഇതൊക്കെ ഒന്നാണെങ്കിലും ഭാഷയിൽ വ്യത്യാസമുണ്ട്. കൃഷ്ണൻ അവിടെ പറയാത്ത ചില വിശേഷപ്പെട്ട സംഗതികൾ ഇവിടെയുണ്ട്. ഇവിടെ പറയാത്തതും പ്രതിപാദിക്കാത്തതും അവിടെയുമുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ വിവരണം എഴുതാതെ പോകാമെന്ന്. ഞാൻ ഭാരത സംഗ്രഹം എന്ന് പറഞ്ഞിട്ട് പരിവ്രജനം എന്ന് പറഞ്ഞൊരു പരമ്പര പുസ്തകം എഴുതിയല്ലോ. പിന്നെ തീർച്ചയായും എഴുതാമെന്ന്. അപ്പോൾ നമ്മുടെ ധർമ്മമൂല്യങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ നിങ്ങൾക്കിതിൻ്റെ വിവരണമൊക്കെ നല്ല പോലെ കാണാം. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ആരോട്? നാരദ മഹർഷിയോട്. ഭഗവൻ ശ്രോതുമിച്ഛാമി നൃണാം ധർമ്മം സനാതനം വർണ്ണാശ്രമാചാരയുധം യത്പുമാൻ വിന്ദതേ പരം. ഭഗവൻ ശ്രോതുമിച്ഛാമി നൃണാം ധർമ്മം സനാതനം വർണ്ണാശ്രമാചാരയുധം യത്പുമാൻ വിന്ദതേ പരം. ഭഗവൻ ശ്രോതുമിച്ഛാമി, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന്. നൃണാം ധർമ്മം സനാതനം, ഈ പുണ്യമായ ഭാരതഭൂമിയിൽ ഒരു കാലത്തും നശിച്ച് മണ്ണടിഞ്ഞു പോകാത്തതായ ഒരു നിധി നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ആ നിധി ദ്രവ്യമയമല്ല, അത് മനോമയവും ബുദ്ധിമയവുമാണ്. മനസ്സിലും ബുദ്ധിയിലുമാണ് അതിൻ്റെ സ്ഥാനം, അതിൻ്റെ രൂപം. ആ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ടല്ലോ ഒരു വലിയ നിധി. അതെന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന്. ഭഗവൻ ശ്രോതുമിച്ഛാമി നൃണാം ധർമ്മം സനാതനം. നമ്മളുടെ സനാതന ധർമ്മത്തിനൊരു വിശേഷം എന്താ? ധർമ്മത്തിന് സനാതനമാണത് എന്നാണ്. എക്കാലത്തും ഒരുപോലെ നിലകൊള്ളുന്നത്, കാലഹരണപ്പെടാത്തത്, ജീർണിക്കാത്തത്, അപ്രായോഗികമാകുന്നത്. അങ്ങനെയല്ല, എല്ലാ കാലത്തും ഒരുപോലെ അതിന് പ്രസക്തിയും കൊണ്ടു നടക്കലുമുണ്ട്. നൃണാം ധർമ്മം സനാതനം. സനാതനധർമ്മത്തിന് എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ, സനാതനമായിരിക്കുന്ന പൊരുളെന്തോ ആ പൊരുളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിത പദ്ധതിയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഇനിയൊരു ഭാഷയിൽ പറഞ്ഞാലോ, ഈ ധർമ്മം അനുഷ്ഠിക്കുന്നവനെ, മനുഷ്യനെ അത് സനാതനനാക്കും. മനുഷ്യരെ സാധാരണ എന്താ പറയുക? മർത്യൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മർത്യൻ. എന്താ മർത്യൻ എന്ന് പറഞ്ഞാൽ? എന്താ? മരിച്ചു പോകുന്നവൻ, മരിക്കുന്നവൻ. നമ്മുടെ ശരീരത്തിൽ അനുക്ഷണം ഉണ്ടാകുന്നത് പരിവർത്തന. അത് വളരാനെടുക്കുന്ന സമയം 21 വർഷമാണ്. ആ 21 വർഷം വരെ വളർച്ച തന്നെത്താനെ അവിടെ നിർത്തപ്പെടുന്നു. എന്നിട്ടോ അടുത്ത നിമിഷം മുതൽ ക്ഷയമാണ് തുടങ്ങുന്നത്. അങ്ങനെ എത്ര കാലം നമ്മൾ ജീവിക്കും? ഒരു 50-60 കൊല്ലം. വയസ്സോ ഒരു 80-ഓ 80-ലേറെയോ. 80 കൊല്ലം ജീവിച്ചാൽ പോരെ? ആ 80 കൊല്ലം ജീവിക്കാനായിട്ട് സഹായിക്കും. ശരീരം മർത്യമാണ്. ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ശരീരവിലക്ഷണമായിരിക്കുന്ന സാന്നിധ്യമാകട്ടെ അമരമാണത്, മരിക്കാത്തതാണ്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ 2 തരത്തിലുള്ള വ്യക്തിത്വമാണ് നമുക്കുള്ളത്. ശരീരം കൊണ്ട് നാം മർത്യനും, ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഉൾസാന്നിധ്യത്തെ കൊണ്ട് നാം അമരരുമാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മർത്യത്വം ശരീരത്തിൽ മാത്രമാണ്, ഉള്ളിലുള്ളതിന് അമരത്വമാണ്. അപ്പം അമരനാണ് മനുഷ്യൻ, മർത്യനല്ല.
ശരീരമാണ് മർത്യൻ. അപ്പോൾ നൃണാം ധർമ്മം സനാതനം. അപ്പോൾ മർത്യനായിരിക്കുന്ന മനുഷ്യനെ, മരിക്കാനുള്ള മനുഷ്യനെ അമരനാക്കി തീർക്കുന്ന ധർമ്മം. ആ മനുഷ്യന് തോന്നുകയായി എൻ്റെ ശരീരം മാത്രമാണ് മരിക്കുന്നത്, ശരീരമാണ് ജനിച്ചത്, അതാണ് മരിക്കുക. ഞാൻ ജനിച്ചു എന്നുള്ള ഒരൊറ്റ അനുഭവം ഒരാൾക്കുമില്ല. ഞാൻ മരിച്ചു എന്ന് പറയുന്നവരാരുമില്ല. ഇതിന് രണ്ടിനും മധ്യത്തിലാണ് ജീവിതം. അപ്പം ഞാൻ ജീവിക്കുന്നവനാണ്. ഞാനൊരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യം സദാ ജീവിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഉദ്ഭവം ഉണ്ടാകുമോ? ഇല്ല. അതിനൊരു മരണമുണ്ടാകുമോ? അതുമില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? ശരീരവിലക്ഷണനാണ് ഞാൻ. ശരീരം മാത്രമേ ജനിച്ചിട്ടുള്ളൂ, അതുമാത്രമേ മരിക്കുള്ളൂ. ഞാൻ ശരീരവിലക്ഷണനായതിനാൽ എനിക്ക് ജനനവും ഇല്ല, മരണവും ഇല്ല. ഞാൻ സനാതനനാണ് എന്നിങ്ങനെ അനുഭവിച്ച് പറയിപ്പിച്ച് പ്രചരിപ്പിച്ച് കഴിയാൻ സാധിക്കും നമുക്ക്. കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുത്തത് എന്താ? ശരീരം മുഴുവനും വിറച്ച് ഗാണ്ഡീവം താഴത്ത് വീണ് വായ വരണ്ട് മനസ്സ് ചൂഴി പോലെ ഇങ്ങനെ വേൾവിൻ്റെ പോലെ ചുറ്റിത്തിരിഞ്ഞ് ബുദ്ധി പറയണു ഒരിക്കലും യുദ്ധം ചെയ്യരുത്, മഹാപാപമാണ്. അങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ദ്രവ്യസമ്പത്ത് എന്നുള്ളതിലേക്ക് ഗാണ്ഡീവം ഇതെല്ലാം നഷ്ടപ്പെട്ട് പരിതപിച്ചു കൊണ്ടിരുന്ന അർജുനന് വേണ്ടതുപോലെ ആക്കി തീർത്ത് തണുപ്പിച്ച് സ്ഥൈര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഉപദേശിച്ചത് അമരശാസ്ത്രമാണ്, സനാതന ശാസ്ത്രമാണ്. അചലോയം സനാതനഃ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവ ച നിത്യഃ സർവഗതഃ സ്ഥാണുഃ അചലോയം സനാതനഃ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഈ അമരപ്പാട്ടാണ് പാടിയത്. ആര്? കൃഷ്ണൻ. എവിടെ? പടക്കളത്തിൽ. 45 ലക്ഷം പടയാളികളായിരുന്നു അവിടെ. 10 ഒഴികെ എല്ലാവരും 18 ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടു, താഴത്ത് വീണു. അങ്ങനെ മനുഷ്യനെ സനാതനനാക്കി തീർക്കുന്നതും സനാതനമായ പൊരുളിനെക്കുറിച്ച് അറിവും അനുഭവവും നൽകുന്നതുമാണ് സനാതനധർമ്മം. വർണ്ണാശ്രമാചാരയുധം യത് പുമാൻ വിന്ദതേ പരം. ഈ സനാതനധർമ്മം ഈ സമ്മിശ്രമായിരിക്കുന്ന ഒരു ജനസമുദായം എങ്ങനെയാണത് കൊണ്ടു നടക്കുക, എങ്ങനെയാണ് പരിപാലിക്കുക? വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാതെ ബ്രഹ്മസ്വഭാവികൾ ആ സ്വഭാവത്തിലും ക്ഷാത്രസ്വഭാവികൾ അതിലും വൈശ്യസ്വഭാവികൾ അങ്ങനെയും ശൂദ്രസ്വഭാവികൾ അവരുടെ കൂട്ടത്തിലും ഇങ്ങനെ ഒരു പരസ്പര വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാതെ പൂരകമായി സമഗ്രമായി എങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്നെനിക്ക് പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭവാൻ പ്രജാപതേ സാക്ഷാത് ആത്മജഃ പരമേഷ്ഠിനഃ സുതാനാം സമ്മതോ ബ്രഹ്മൻ തപോ യോഗസമാധിഭിഃ നാരായണ പരാ വിപ്ര ധർമ്മം ഗുഹ്യം പരം വിദുഃ കലുണാഃ സാധവശാന്താഃ ത്വവിധാ ന തഥാ പരേ ത്വദ്വിധാ ന തഥാ പരേ. വലിയൊരു മുഖവുരയാണ് പറയണത്. ഭവാൻ പ്രജാപതേ സാക്ഷാത് ആത്മജ പരമേഷ്ഠിന സുതാനാം സമ്മതോ ബ്രഹ്മൻ തപോ യോഗസമാധിഭിഃ. അങ്ങ് പറയാൻ പോകുന്ന ധർമ്മം ശ്രേഷ്ഠരായിരിക്കുന്ന എല്ലാവർക്കും സമ്മതമായിരിക്കണം. സനാതനമാണ് നമ്മുടെ ധർമ്മം. ഒരിക്കലും നശിക്കാത്തത്, തളരാത്തത്, നിഷ്ഫലമാകാത്തത്, തെറ്റായി വിധിക്കപ്പെടാത്തത്,
മനുഷ്യനെ അതേപോലെ ആക്കി തീർക്കുന്നത്. ഇതെല്ലാവർക്കും അറിയില്ല, അങ്ങേപ്പോലെയുള്ളവർക്കേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ഈ സനാതനമായിരിക്കുന്ന ധർമ്മമൂല്യങ്ങൾ എന്തോ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന്. ഇതിന് വലിയ പ്രസക്തിയാണ് കൂട്ടരെ. ചോദിക്കുന്നത് ആരാ? ധർമ്മപുത്രൻ യുധിഷ്ഠിരനാണ്. ആരോട്? നാരദനോട്. നാരദനൊരു വിഷ്ണുഭക്തനാ. എപ്പോൾ നോക്കിയാലും വീണ കയ്യിൽ വെച്ച് മീട്ടി ഇങ്ങനെ നടത്തുന്ന ആളാ പരമഭക്തൻ എന്നാ പേര്. പക്ഷേ നാരദ മഹർഷി അറിവിൻ്റെ ഒരു ഭണ്ഡാകാരമായിരുന്നു എന്ന് എത്ര ആളാണ് മനസ്സിലാക്കണത്? ഈ പാടി ഇങ്ങനെ നടക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കിട്ടേണ്ടതൊക്കെ കിട്ടി, വിടേണ്ടതൊക്കെ വിട്ടു. തനിക്ക് ആ ശരീരം, അമ്മ പെറ്റ ശരീരം എത്ര കാലം ഉണ്ടാവുമോ അത്ര കാലം നിൽക്കും. നിൽക്കുന്നവരെ സ്വയം കൊല്ലാൻ ആരും ഇഷ്ടപ്പെടില്ലല്ലോ, ചെയ്യണത് ശരിയല്ലല്ലോ. അപ്പോൾ ശ്വാസം എത്രത്തോളം കാലമുണ്ടോ അത്രത്തോളം കാലം ഇങ്ങനെ നടന്നുകൊണ്ട് പാടിക്കൊണ്ട് കഴിയുക. എവിടെ വേണമെങ്കിൽ നാരദ മഹർഷി പോവും, ഒരു തടസ്സവും ഒന്നുമില്ല, ആരും പറയൂല. അങ്ങനെ സ്വച്ഛസ്വതന്ത്രനായി നാവിൽ ഭഗവാൻ മാത്രമായി ലോകത്തിൽ കിട്ടാനോ കൊടുക്കാനോ ഒന്നുമില്ല എന്നുള്ള പരമനിലയിൽ എത്തിച്ചേർന്ന നാരദ മഹർഷിയോടാണ് ചോദ്യം. അതും ധർമ്മപുത്രനാണ് ചോദിക്കുന്നത്. അപ്പം ധർമ്മപുത്രന് തോന്നി, ഞാൻ ധർമ്മിഷ്ഠനാണെങ്കിലും എന്താണ് ഈ ധർമ്മം എന്ന് മഹർഷിയുടെ കയ്യിൽ നിന്ന് തന്നെ കേൾക്കണം. അപ്പോൾ ഈ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് യുധിഷ്ഠിരന് മാത്രമുള്ള ധർമ്മമല്ല. യുധിഷ്ഠിരൻ ക്ഷത്രിയനാ, അപ്പുറത്ത് ബ്രാഹ്മണനുണ്ട്, വൈശ്യനുണ്ട്, ശൂദ്രനുണ്ട്. അവരെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതായ ധർമ്മോപാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. ധർമ്മമൂലം ഹി ഭഗവാൻ സർവവേദമയോ ഹരി സ്മൃതം ച തദ്വിദാം രാജൻ ഏന ച ആത്മാ പ്രസീദതി. നിങ്ങളിത് ശ്രദ്ധിക്കുമോ ഞാൻ പറയണത്? എനിക്ക് നല്ല സംശയമുണ്ട്. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ചോദിക്കും, ചില മൂല്യങ്ങളോട് കൂടിയൊക്കെ ജീവിക്കണം വേണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമല്ലോ. പറയുമ്പോൾ ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ്, നാഗരികരാണ്. ആ നാഗരികത്വത്തിൻ്റെ പേരിൽ ഞങ്ങൾ അങ്ങനെയാണ് നടക്കുക. പഴയ കാലത്ത് മനുസ്മൃതിയിൽ മനസ്സ് പറഞ്ഞു, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതൊക്കെ ആധുനികമാണെന്ന്, മോഡേൺ, എവർ ന്യൂ. ഇന്നത്തെ കാലത്ത് how can the present day life be related to a past proposition called dharma? Our dharma was evolved yugas earlier ago. How can the values pertaining to that dharma, how can they be applicable today to the modern world? We are living led by science and technology. In the scientific and technological age, how can there be any relevance for the dharma which was evolved and practiced in perhaps Krita Yuga, Treta Yuga, Dwapara Yuga, etc. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുക. പക്ഷേ നമ്മുടെ ധർമ്മ അങ്ങനെയല്ലപ്പ. അവർ ധർമ്മ ഈസ് നോട്ട് സംതിങ് വിച്ച് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി, പർട്ടിക്കുലർലി ദ ഇന്നർ പേഴ്സണാലിറ്റി. പൊതുവെ മനുഷ്യർ പറയും ലോകം വല്ലാതെ മാറിയിട്ടുണ്ട് എന്ന്. വേൾഡ് ഹാസ് ചേഞ്ച്ഡ് കൺസിഡറബിളി. ഡു യു നോ വാട്ട് ഐ ഹാവ് ടു സേ? ടെൽ മീ whether the world has changed. Has the earth changed? Water, air, fire and space. Everything in creation is made up of these. And these Panchabhutas have never changed up to now. So what change are you referring to? Maybe you have screwed the earth in some places. You have constructed a few dams. Irrigation facilities have been made. Has it brought about any change to earth or water?
in their real essence. പഴയ കാലത്ത് എങ്ങനെ ഈ ലോകം പാഞ്ചഭൗതികമോ അതേപോലെ ഇന്നും പാഞ്ചഭൗതികമാണ്. ഇനി മനുഷ്യനെ എടുക്കൂ. ടേക്ക് ദ ഹ്യൂമൻ ബീയിങ്. ഹി ഹാഡ് ഒറിജിനലി 5 സെൻസസ്: ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. ദി ഏൻഷ്യന്റ് മാൻ ഹാഡ് ദീസ്. ടുഡേ ഓൾസോ ദ സെയിം 5 ആർ there. Nothing is added to him. Neither science nor technology has been able to add one more sensory organ to the body. The blood chemistry has not changed. So, മനുഷ്യനിലില്ല മാറ്റം, ലോകത്തിലും ഇല്ല മാറ്റം. ലോകം പാഞ്ചഭൗതികമാണ് അന്നും ഇന്നും. മനുഷ്യനും പാഞ്ചഭൗതിക ശരീരത്തോടു കൂടി വാഴുന്നു. അതിൻ്റെ ഉള്ളിലൊരു മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉണ്ട്. ഒരു ഭാഗത്ത് മനുഷ്യൻ, മറുഭാഗത്ത് അവൻ ജനിച്ച് ജീവിച്ച് സമ്പർക്കം നടത്തുന്ന ലോകം. ഇത് രണ്ടിനും ഇല്ല മാറ്റം. നോ ചേഞ്ച് ഫോർ ഐദർ ദ വേൾഡ് ഓർ ദ ഹ്യൂമൻ ബീയിങ്. ഹൗ ക്യാൻ ധർമ്മ ചേഞ്ച് ദെൻ? നമ്മുടെ ധർമ്മമൂല്യങ്ങൾ എന്ന് പറയുന്നത് എന്താ? മനുഷ്യൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും സ്പർശിച്ച് നിൽക്കുന്നതാണ് സർവ്വമൂല്യങ്ങൾ. പക്ഷെ മനുഷ്യൻ്റെ ശരീരത്തോടല്ല, മനുഷ്യൻ്റെ മനസ്സിനോടും ബുദ്ധിയോടും ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ്റെ മനസ്സ് മാറിയിട്ടില്ലെങ്കിൽ ധർമ്മമൂല്യങ്ങൾ എങ്ങനെ മാറും? മനുഷ്യൻ്റെ ബുദ്ധി മാറിയിട്ടില്ലെങ്കിൽ എങ്ങനെ ധർമ്മമൂല്യങ്ങൾ മാറും? അപ്പം ഞാൻ എവിടെ പോയാലും പറയുന്നതാണ്, എനി കൈൻഡ് ഓഫ് എ വാല്യൂ ഇഫ് വി ഹാവ് ആൻഡ് വി പ്രൊപ്പൗണ്ട്, ഇറ്റ് ഈസ് സച്ച് എ വാല്യൂ which is related to the emotional mind and rational intelligence. നമ്മുടെ വൈകാരികമായ മനസ്സോടും യുക്തിസഹമായിരിക്കുന്ന വിചാരബദ്ധമായിരിക്കുന്ന ബുദ്ധിയോടും കൂടി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മൂല്യങ്ങൾ മുഴുവനും. ഏത് മൂല്യത്തെയും യുക്തിസഹമായി വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് വായിക്കുന്നവനാവട്ടെ കേൾക്കുന്നവനാകട്ടെ ഉടൻ തന്നെ അയാളിൽ 2 പ്രതികരണം ഉണ്ടാവും. എന്താണ്? ഈ പറയണത് ശരിയാണ്, ഈ പറയണത് ശരിയാണ്. വൈകാരികമായി ഇത് നിഷേധിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ. ബുദ്ധിയോ വളരെ ശരിയാണ്, ഞാൻ ആലോചിച്ച് നോക്കി, അതുകൊണ്ട് ഇതൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല, ഉൾക്കൊണ്ട് അനുസരിക്കണമെന്ന് ബുദ്ധിയും പറയും. വെൻ എ വാല്യൂ ഈസ് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ടു എനിബഡി, either a listener or the reader will instantly come up with a twofold response: an emotional persuasion and a rational compulsion. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്ത് മൂല്യമാവട്ടെ, വൈകാരികമായ മനസ്സോടും യുക്തിസഹമായ ബുദ്ധിയോടും ബന്ധപ്പെട്ടതാണ്. അത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇത് ശരിയാണ്, അനുസരിച്ചേ പറ്റൂ. നിങ്ങൾക്കൊരു ചുമര് കെട്ടണം, കെട്ടിടം കെട്ടാനായിട്ട്. ആ ചുമര് കെട്ടണമെങ്കിൽ എന്താണ്? ഭൂമിക്ക് പെർപെൻഡിക്കുലറായിട്ട് കെട്ടണം. ചെരിച്ച് കെട്ടിയാലോ പരണ്ടു വീഴും. അവിടെ നമുക്ക് വല്ല ഐച്ഛികതയ്ക്ക് സ്ഥാനമുണ്ടോ? ഇല്ല. അതുപോലെയാണ് മൂല്യാധിഷ്ഠിതമായ ജീവിതം മാത്രമേ കേടുകൂടാതെ നിലകൊള്ളൂ. മൂല്യാധിഷ്ഠിതം. എന്താ മൂല്യാധിഷ്ഠിതം? നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ മൂക്ക് മൂടരുത് എന്ന് നമ്മൾ പറയുക. മൂക്കിൻ്റെ നുണി വരെ മൂടിക്കോളൂ, ഈ തൊള മൂടരുത്. Whenever you lie, cover the whole body, but the nostrils of the nostrils should be let free. Don't cover it. ഈ പറയുന്നത് ശരിയോ തെറ്റോ? ഇനി നിങ്ങൾ കവർ ചെയ്താൽ എന്തുണ്ടാവും? നിങ്ങൾ തന്നെ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ ശ്വസിക്കും. You will be obliged to breathe your own carbon dioxide, which is poisonous. അപ്പോൾ വിതൗട്ട് കവറിങ് ദ നോസ് യു ഷുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് തള്ളിക്കളയാവുന്ന ഒരു മൂല്യമാണോ?
അല്ല. Oh, we are living in a modern world. There is no harm if I cover my nose and sleep. The modern world will look after me എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ് സർവമൂല്യങ്ങളും. ധർമ്മമൂലം ഹി ഭഗവാൻ സർവവേദമയോ ഹരി സ്മൃതം ച തദ്വിദാംനാജന്യേന ചാത്മാ പ്രസീദതി. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നുണ്ട്, ഒരു വിവരണം. എന്താണത്? ഏന ചാത്മാ പ്രസീദതി. ധർമ്മം അനുസരിക്കുമ്പോൾ മാത്രമേ മനസ്സിന് പ്രസന്നതയുണ്ടാവുള്ളൂ. പ്രസന്നത, പ്രസന്നത, പ്രസന്നമായിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും സമ്പുഷ്ടിയും ഒക്കെ വേണോ? വേണം. എന്നാൽ ധർമാനുസാരിയായി ജീവിച്ചോളൂ. അരുതാത്തതൊന്നും ചെയ്യരുത്. ആകാവുന്നത് ഇത്തിരി കൂടി ചെയ്താലും വിരോധമില്ല. അനാശാസ്യത്തിൽ നിന്ന് പിൻവലിഞ്ഞ് ആശാസ്യത്തെ ഉൾക്കൊള്ളുക. ഇതാണ് നമുക്ക് ആവശ്യം. ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഭഗവാൻ. ശ്രീഹരി സർവമേധമയനാണ്. ഏന ചാത്മാ പ്രസീദതി. അപ്പോൾ ധർമ്മം അനുസരിക്കുന്നവർക്ക് ഒരു കുലുക്കവും ഒരു കോട്ടവും ഉണ്ടാവില്ല. എന്ത് വന്നാലും അവർ കുലുങ്ങില്ല. മേരുപർവ്വതം ഹിമാലയ പർവ്വതം പോലെ ആയിരിക്കുക. ദേ വിൽ ബി അൺഷേക്കബിൾ. ദേ വിൽ നെവർ ബി ഡിസ്ലോഡ്ജ്ഡ്. ദേ വിൽ നെവർ ബി അൺഡൺ. ഇങ്ങനെയുള്ള ധർമ്മം എന്തിലാണ് അധിഷ്ഠിതം? മൂല്യങ്ങളിൽ. ദി എൻറ്റയർ ധർമ്മ ഈസ് ബേസ്ഡ് അപ്പോൺ വാല്യൂസ്, ടൈം ടെസ്റ്റഡ് വാല്യൂസ്, വാല്യൂസ് വിച്ച് ആർ കൊറബറേറ്റഡ് ബൈ റീസൺ, ലോജിക്. സത്യം, ദയാ, തപശൗചം, തിതിക്ഷേക്ഷ, ശമോദമഃ, അഹിംസ, ബ്രഹ്മചര്യം ച, ത്യാഗ, സ്വാധ്യായ, ആർജവം. സന്തോഷ, സമദൃക്സേവ, ഗ്രാമ്യേഹോ പരമശനൈഃ, നൃണാം വിപര്യേഹേക്ഷ, മൗനമാത്മവിമർശനം, അന്നാദ്യാദേ സംവിഭാഗോ, ഭൂതേഭ്യശ്ച യഥാർഹതഃ, തേഷാത്മദേവതാ ബുദ്ധി, സുതരാം ഋഷുപാണ്ഡവ, ശ്രവണം കീർത്തനം ചാസ്യ, സ്മരണം മഹതാം ഗതേഃ, സേവേജ്യാവനതിർദാസ്യം, സഖ്യമാത്മസമർപ്പണം, നൃണാം അയം പരോ ധർമ്മ, സർവേഷാം സമുദാഹൃതഃ, ത്രിംശലക്ഷണവാൻ രാജൻ, സർവാത്മായേന തുഷ്യതി. എൻ്റെ ഭാഗവതപ്രിയന്മാരെ, നിങ്ങളൊന്ന് കേൾക്കൂ. അത് വേണ്ടതുപോലെ മൂല്യങ്ങൾ അടങ്ങുന്നതാണ് ധർമ്മം. മൂല്യങ്ങളെന്ന് പറഞ്ഞാൽ ആർക്കാ? മനസ്സിനും ബുദ്ധിക്കും. അമിത ഭക്ഷണം കഴിക്കരുത്, വയറ് നിറച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതനുസരിക്കണോ വേണ്ടയോ? അല്ലെങ്കിൽ വീർപ്പ് മുട്ടും. അമിത ഭക്ഷണം മരണത്തിന് വരെ കാരണമാവും. ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചിറക്കണം, നല്ലോണം ചവയ്ക്കണം. എത്ര തവണയാണ്? എത്ര പല്ലുണ്ടോ അത്ര തവണ ചവയ്ക്കണം. നമുക്ക് 28 പല്ലും 32 പല്ലുമാണ്. അത്രയും തവണ ചവയ്ക്കൂ. അത് തന്നെ ഇറങ്ങിപ്പോട്ടെ. ദഹനം തുടങ്ങുന്നത് വായിൽ നിന്നാണ്, പല്ലിൽ നിന്നാണ്. ഇത് പറയുമ്പോൾ ഇതിലെന്താ തെറ്റ്? ശരീരത്തിനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും ഡോക്ടർമാർ പറയുന്നത് ചോദ്യം ചെയ്ത് നിഷേധിക്കാനുള്ളതോ അതോ മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ളതോ? അതുപോലെ ഇന്നർ പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും സ്വീകാര്യവും അനിഷേധ്യവുമായിട്ടുള്ളതാണ് ധർമ്മമൂല്യങ്ങളെല്ലാം തന്നെ. അതിങ്ങനെയാണ് പോണത്. ഇങ്ങനെയാണ്: സത്യം, ദയാ, തപശൗചം, തിതിക്ഷേക്ഷ, ശമോദമഃ, അഹിംസ, ബ്രഹ്മചര്യം ച,
ത്യാഗ സ്വാധ്യായ ആർജവം. ഒന്ന് കേൾക്കണപ്പാ. നമുക്ക് എല്ലാം കൂടി കുറേ ക്ഷേത്രങ്ങളുണ്ട്, ഉണ്ടായിക്കോട്ടെ, നല്ലതാ. അവിടെ പോയി വഴിപാടും കഴിച്ച് തൊഴുത് പ്രദക്ഷിണം വെച്ച് പ്രസാദം ഇട്ടിട്ട് ഇങ്ങോട്ട് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കമാ ശിവ എന്ന് മിണ്ടൂല, അറിയൂല. നമ്മുടെ കുട്ടികളൊക്കെ നല്ല സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠിക്കുന്നവരാണ്. അവരെ പഠിപ്പിക്കുന്നത് അറിവാണ്. അവർ അറിവാളികളാണ്. ആ അറിവാളികൾക്ക് ആ അറിവിനെ ഏറ്റുവാങ്ങാനും സമ്മതിക്കാനും പറ്റിയ തരത്തിൽ നിങ്ങൾ ധർമ്മകാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അവരത് അനുസരിക്കുകയോ കൂട്ടിൽ പറ്റില്ല. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പറയണം. ആദ്യം പറയണത് സത്യം, ട്രൂത്ത്ഫുൾനെസ്. ഞാൻ എപ്പോഴും പറയും, ഈ ട്രൂത്ത്ഫുൾനെസ്, ഈ ലോകത്തിൽ നടക്കുന്നത് മുഴുവൻ ട്രൂത്ത്ഫുള്ളാണ്. ട്രൂത്ത്ഫുൾ അല്ലാതെ ഒന്നും പറ്റില്ല. ഭൂമി 24,000 കിലോമീറ്ററോ എന്തോ സ്പീഡിലാണ് ചുറ്റുന്നത്. സ്വയം അച്ചുതണ്ടിൽ ഒരു ചുറ്റൽ ചുറ്റാൻ 24 മണിക്കൂർ എടുക്കും. അത് ഇന്ന് 24, ഇന്നലെ 23.5, മിനിഞ്ഞാന്ന് 22, ഇങ്ങനെ മാറുന്നുണ്ടോ? അത് നമുക്ക് ഭൂമിയെ വിശ്വസിക്കണമെങ്കിൽ, വിശ്വസിച്ച് അതിൻ്റെ മുകളിലൊരു കെട്ടിടം കെട്ടണമെങ്കിൽ ഭൂമി വിശ്വാസയോഗ്യമാവണം. ആ വിശ്വാസ്യത അതിനുണ്ടാവണമെങ്കിൽ അത് ഒരേപോലെ ഭ്രമണം ചെയ്ത് ഒരേപോലെ ദിനരാത്രങ്ങൾ ഉണ്ടാക്കണം. ആ വ്യവസ്ഥ ആവശ്യമാണ്. അതുപോലെ ഒരു വ്യവസ്ഥയാണ് സത്യം. 1947 ഭാരതം സ്വതന്ത്രമായപ്പോൾ അന്നത്തെ അധികാരികളും കേമന്മാരും നേതാക്കളും എല്ലാവരും കൂടി വളരെയധികം അന്വേഷിച്ചു, നമുക്കൊരു മുദ്രാവാക്യം വേണമെന്ന്. എന്നിട്ട് അവർ കൈ വച്ചതും കണ്ണു വെച്ചതും എവിടെയാണ്? ഉപനിഷത്ത് സാഹിത്യത്തിലാണ്. ആ ഉപനിഷത്ത് സാഹിത്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ത്? സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാഃ വിദതോ ദേവയാന. സത്യമേവ ജയതേ, അതാണ് നമ്മുടെ മുദ്രാവാക്യമാക്കിയത്. അതൊരു മൂല്യമാണ്. സത്യം മാത്രമേ ജയിക്കുന്നുള്ളൂ. ഇവിടെ അസത്യം ജയിക്കില്ല. നിങ്ങൾ 500 രൂപയുടെ ഒരു നോട്ട് കൊണ്ടു കൊടുത്തു, കുറേ സാമാനങ്ങൾ മേടിച്ചു കടയിൽ നിന്ന്. ആ സാമാനങ്ങളുടെ വില കണക്കാക്കി 337 എന്ന് പറഞ്ഞു. എന്നിട്ട് സാമാനങ്ങളും ബാക്കി തന്നു. അപ്പം ബാക്കി തന്നു എത്രയാ? 263. അതോ 163 ഉറുപ്പികയും സാമാനവും കൂടി തന്നു. നിങ്ങൾ കൊടുത്ത ആൾ പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല 500 എന്ന്. സാധനങ്ങൾ മേടിച്ച് നിങ്ങൾക്ക് മടക്കി തന്നപ്പോൾ മടക്കി തന്നത് തെറ്റാണെന്ന് നിങ്ങളും പറയില്ല. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ ഉഭയസമ്മതത്തോടു കൂടി നടന്നത് എന്താ? ട്രൂത്ത്ഫുൾനെസ്സാണ്. ഒരു ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നോ മറ്റും പുറപ്പെട്ട് ഡൽഹിക്ക് പോകണമെന്നിരിക്കട്ടെ. അപ്പോൾ ഡൽഹിക്ക് പോകുന്ന ഒരു മെയിലാണത്, അല്ലെങ്കിൽ എക്സ്പ്രസ് ആവട്ടെ. ആ വണ്ടിക്ക് ടിക്കറ്റ് മേടിക്കാൻ നിങ്ങൾ 1 മാസമോ 2 മാസമോ മുമ്പൊക്കെ മേടിക്കാം. അന്നേ ദിവസം ചെന്നാൽ ആ വണ്ടിയിൽ ഒരു ടിക്കറ്റ് നിങ്ങളുടെ പേരിൽ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കതിൽ കയറി പോവാം. അവിടെ പ്രവർത്തിക്കുന്നത് എന്താ? ട്രൂത്ത്ഫുൾനെസ്. എടോ, തനിക്ക് എന്താണ് പേര് ചോദിച്ചാൽ എത്ര മറുപടിയുണ്ട്? കാലത്ത് ചായ കഴിച്ചോ ചോദിച്ചാൽ എത്ര മറുപടിയുണ്ട്? ആരാണ് അച്ഛൻ, ആരാണ് അമ്മ, നിങ്ങൾ എത്ര സഹോദരന്മാരും സഹോദരിമാരാണെന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ എത്ര മറുപടി ഉണ്ടോ കൂട്ടരെ? ഒരു കറൻസി നോട്ടിൽ നമ്മുടെ ഗവർണർ എഴുതുകയാണ്, ഇതാ നിങ്ങൾക്ക് ഞാൻ ഈ 100 രൂപ മൂല്യം, അതിന് വരുന്ന സാമാനങ്ങളോ മൂല്യമോ ഞാൻ തരാമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടിട്ടുള്ളതുള്ളത്. അപ്പോൾ ഇവിടെ സത്യസന്ധത ഇല്ലാതെ എന്താ നടക്കുക എന്ന് നിങ്ങൾ പറയും. ജീവിക്കണമെങ്കിൽ, ലോകം നിൽക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ അത് സത്യത്തിൻ്റെ മുകളിലേ പറ്റുള്ളൂ.
സത്യമേവ ജയതേ, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. പിന്നെ പറയുന്നത് ദയാ. നമ്മുടെ മനസ്സിന് നല്ല ആർദ്രത വേണം. തപഹ, തപസ് വേണം. തപസ് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മൾ ചെയ്യുന്നതാണ് തപസ്. കാലത്ത് നേരത്തെ എണീക്കണം, പല്ല് തേക്കണം, വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് പല്ല് തേക്കണം, ഇടത്ത് ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കേണ്ടത്. ഇത് ഓരോന്നും പറയുന്നത് എന്താ? ഒക്കെ മൂല്യ. അതനുസരിക്കണമെങ്കിൽ മനസ്സിൻ്റെ ഇച്ഛ കൊണ്ട് ശരീരത്തിൻ്റെ മുകളിൽ സ്വാധീനം ചെലുത്തി വേണം നടത്താൻ. അപ്പോൾ സത്യം ദയാ തപശൗചം. ശൗചം എന്ന് വെച്ചാൽ വൃത്തി, ദേഹവൃത്തി, സ്ഥലവൃത്തി, ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് എല്ലാറ്റിനും വൃത്തി വേണം. ശമോദമഃ അഹിംസ ബ്രഹ്മചര്യം ച ത്യാഗസ്വാധ്യായ ആർജവം. എൻ്റെ കൂട്ടരെ, ഞാൻ ഈ പറയുന്നത് മുഴുവനും മനസ്സിനെയും ബുദ്ധിയെയും തട്ടി നിൽക്കുന്ന നിയന്ത്രണങ്ങളോ നിയമനങ്ങളോ ശാസനകളോ ആണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. ഒരാളല്ല, അവിടെ അനവധി ആൾക്കാർ കൂടിയ സമുദായമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാനിച്ച് ഉൾക്കൊണ്ട് പിന്തുടർന്ന മൂല്യങ്ങളാണത്. സത്യം ദയാ തപശൗചം തിതിക്ഷേക്ഷാശമോദമഃ അഹിംസ ബ്രഹ്മചര്യം ച ത്യാഗസ്വാധ്യായ ആർജവം. നിങ്ങൾ പറയൂ, ഇതിലേതെങ്കിലും ഒന്ന് തെറ്റാണ്, ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? മനുഷ്യൻ ചിന്തിക്കുന്നവനാണ്, അറിയുന്നവനാണ്, ഉണരുന്നവനാണ്, അവൻ ആലോചനാശീലനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവൻ ആലോചിച്ചും വിമർശിച്ചും വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തുമ്പോഴൊന്നും കൊഴിഞ്ഞു പോകാത്തതും മാറ്റം സംഭവിക്കാത്തതുമായ മൂല്യങ്ങളാണത് മുഴുവൻ. അതാണ് സനാതനം എന്ന് പറയുന്നത്. എക്കാലത്തും മനുഷ്യ മനസ്സോ ബുദ്ധിയോ ഉണ്ടോ, ഈ മൂല്യങ്ങൾ അർത്ഥവത്തും പ്രസക്തവുമാണ്. സത്യം ദയാ തപശൗചം തിതിക്ഷേക്ഷാ ശമോദമഃ അഹിംസ ബ്രഹ്മചര്യം ച ത്യാഗഃ സ്വാധ്യായ ആർജവം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ടോ? എടോ, ജീവിക്കണമെങ്കിൽ മൂല്യം വേണം. താൻ മാത്രമല്ല ജീവിക്കണത്, തന്നെപ്പോലെ അനവധി പേരുണ്ട്. രണ്ടാൾ കൂടി ഒരു വരമ്പത്ത് നടക്കുക. വരമ്പ് എന്ന് പറഞ്ഞാൽ ഈ നെൽക്കണ്ടങ്ങളുടെ ഇടയിലുള്ളത്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെ നടന്നു പോകുന്നവരാണ്. അത് രണ്ടാൾക്ക് പോകാനുള്ള വീതിയിലേ ഒരാൾക്ക് പോകാനുള്ളതേ ഉള്ളൂ. ഒരാൾ ഇങ്ങനെ വരണു, ഇങ്ങനെ ഒരാൾ പോകണം. അപ്പോൾ ഇവർ രണ്ടാൾക്കും ഒന്നിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്താ വഴി? ഒന്നുകിൽ ഒരു കാലെടുത്ത് താഴത്തേക്ക് വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒതുങ്ങി നിന്ന് ചെരിഞ്ഞ് കൊടുക്കണം. അപ്പോഴേ മറ്റാൾ ചെരിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. ഇതല്ലാതെ വല്ല വഴിയുണ്ടോ? രണ്ടാൾ അവിടെ നിൽക്കേണ്ടി വരും ചാവുന്നവരെ. അതുപോലെയാണ് നമ്മുടെ മൂല്യങ്ങൾ മുഴുവൻ. ഞാൻ എപ്പോഴും പറയും, when 2 or more people begin to live together, value becomes indispensable to enable their coexistence, to enable them to act with freedom and safety. ഇങ്ങനെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കൂപ്പാ. അവരോട് എന്തിനാണ് മൂല്യം, എന്താണ് മൂല്യം എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കാതെ എൻ്റെ കുട്ടികൾക്ക് യാതൊരു അനുസരണശീലമില്ല, അവരൊക്കെ മോഡേൺ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഐ ഫൈൻഡ് ദിസ് ഈസ് മോസ്റ്റ് മോഡേൺ. നമ്മുടെ പാർലമെൻറ്റ് എന്താ ചെയ്യണേ? അസംബ്ലിയൊക്കെ കൊല്ലം തോറും കൂടിയിട്ട് നിയമം പാസ്സാക്കണു. എന്താ നിയമം? ചെയ്യണം ചെയ്യണ്ട, ചെയ്യണം ചെയ്യണ്ട, അരുത് അരുതാത്തത്, ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, അത് കണ്ടിട്ടാണ് നിയമം പാസ്സാക്കണത്. എപ്പോഴും അവർക്ക് നിയമം പാസ്സാക്കലല്ലേ. എന്താ ഈ നിയമം? നോട്ട് ടു ഡു ആൻഡ് ടു ഡു, നോട്ട് ടു ഡു ആൻഡ് ടു ഡു, ഇതന്നെയല്ലേ നിയമം. അത് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം. അപ്പോൾ
അത് മാറ്റേണ്ടി വരില്ല. നിർത്താം ഞാൻ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സമാപന ഓങ്കാരം ജപിച്ച് പിരിയാം. ഇതാ അതിനുള്ള മുദ്രയൊക്കെ എടുത്തോളൂ. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു.